MECH PSC ഓൺലൈൻ സ്റ്റഡി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പവർ ആക്സോയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഹാക്സോ ബ്ലേഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ ഒരു ഹാൻഡ് ടൈപ്പ് ടൂളായിരുന്നു ഹാക്സോ ബ്ലേഡ്. അപ്പോൾ അത് പവർ ആക്സോയിലേക്ക് വരുന്ന സമയത്ത് ഒരു ഇലക്ട്രിക് മോട്ടോറിൻ്റെ സഹായത്താൽ നമുക്ക് ആ ഒരു ബ്ലേഡിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഇതിൻ്റെ മറ്റൊരു പേരാണ് കട്ട് ഓഫ് സോ എന്ന് വിളിക്കുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് മെറ്റൽ സ്റ്റോക്ക് റഫ്ലി ടു ദ റിക്വയർഡ് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഹാൻഡ് ആക്സോ ഉപയോഗിച്ചിട്ട് ഒരുപാട് ടൈം എടുക്കുന്ന അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ കട്ട് ചെയ്യുന്നതൊക്കെ വളരെ ഈസി ആയിട്ട് ഈ ഒരു പവർ ആക്സോയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ മോസ്റ്റ് കോമൺലി സ്മോൾ സ്കെയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് കട്ട് സോയാണ് പവർ സോ എന്ന് പറയുന്നത്. അപ്പോൾ പവർ സോയുടെ ഒരു ബേസിക് അറേഞ്ച്മെൻറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനൊരു ബോഡി ഉണ്ടായിരിക്കും. ആ ബോഡിയിൽ ഇത്തരത്തിലുള്ള ഒരു ഫ്രെയിം അറേഞ്ച്. ഇപ്പോൾ നമ്മുടെ ഹാൻഡ് സോയുടെ വലിയൊരു കുറച്ചുകൂടി റിജിഡായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ്. ഇനി ആ അറേഞ്ച്മെൻറ്റിൻ്റെ ഉള്ളിൽ ഒരു മോട്ടറിൻ്റെ സഹായത്താൽ അതിനൊരു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കൊടുക്കുകയും നമ്മൾ ഹാൻഡ് കൊണ്ട് ചെയ്യുന്ന ഇൻ ആൻഡ് ഫ്രോ മോഷൻ ഒരു മെക്കാനിസം ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഫ്രെയിമിലേക്ക് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. ബാക്കി കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസൊക്കെ ഒരു നോർമൽ ഹാക്സോ ബ്ലേഡിനെ പോലെ തന്നെ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ട വർക്ക് പീസ് വൈസിൻ്റെ മുകളിലുള്ള ഈ ഒരു സ്ലോട്ടിൽ കൊടുക്കുകയും ഇപ്പോൾ ഇവിടെ വൈസ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബോഡിയിൽ തന്നെയായിരിക്കും. അങ്ങനെ ഇത് മെഷീൻ ഓൺ ആക്കുന്ന സമയത്ത് കട്ടിംഗ് ആക്ഷൻ നടക്കുകയും ഈ ഒരു ബോഡിയുടെ വെയിറ്റ് കാരണം ഇത് താഴ്ന്ന് വന്ന് ഓട്ടോമാറ്റിക്കലി ആ ഒരു കട്ടിങ് കഴിയുകയും ചെയ്യുന്നു. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഹാൻഡ് സോ പോലെ തന്നെയാണ്. നമ്മൾ ഹാക്സോ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഫോർവേഡ് കട്ടിങ്ങിലാണ് കൂടുതൽ ഫോഴ്സ് കൊടുക്കുക. റിവേഴ്സ് കട്ടിംഗ് എന്ന് പറയുന്നത് ഈസി റിമൂവലായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ കൂടുതൽ ഫോഴ്സ് നോൺ കട്ടിംഗ് സ്ട്രോക്കാണ് റിവേഴ്സ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഫോർവേഡ് സ്ട്രോക്കിൽ കട്ടിങ് വരുന്നതുകൊണ്ട് തന്നെ ബ്ലേഡും അതിനനുസരിച്ച് കട്ടിങ് ആക്ഷൻ വരുന്ന രീതിയിൽ ഫ്രണ്ടിലേക്കായിരിക്കണം കൊടുക്കേണ്ടത്. പിന്നെ ഈ ഒരു മെഷീൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ മോട്ടോറിൻ്റെ റോട്ടറി മോഷൻ ഈ ഒരു ഫ്രെയിമിൻ്റെ ലീനിയർ മോഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന മെക്കാനിസം എന്ന് പറയുന്നത് ക്രാങ്ക് മെക്കാനിസമാണ്. അപ്പോൾ ഈ ഒരു ക്രാങ്ക് മെക്കാനിസത്തിൻ്റെ സഹായത്താലാണ് റോട്ടറി മോഷനെ അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടറിൻ്റെ റോട്ടറി മോഷനെ ഫ്രെയിമിൻ്റെ ലീനിയർ മോഷനാക്കി നമ്മൾ മാറ്റുന്നത്. പിന്നെ കട്ടിംഗ് പ്രഷർ, കട്ട് ചെയ്യണമെങ്കിലുള്ള പ്രഷർ ഈ ഒരു പവർ ആക്സോയുടെ കേസിൽ വരുന്നത് ഒരു ഹൈഡ്രോളിക്കൽ മെക്കാനിസം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വെയിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു ഫ്രെയിമിൻ്റെ വെയിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊരു കൗണ്ടർ വെയിറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ ഒക്കെ ആയിരിക്കും ഇതിന് ഈ ഒരു കട്ടിംഗ് പ്രഷർ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. ഈ ഒരു മെഷീൻ്റെ കേസിൽ റിട്ടേൺ സ്ട്രോക്ക് വരുന്ന സമയത്ത് വർക്കിൽ നിന്നും ചെറിയ രീതിയിൽ ലിഫ്റ്റായിട്ടാണ് മെക്കാനിസം വരുന്നത്. പവർ ആക്സോയുടെ ബ്ലേഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത് മെഷീൻ്റെ സൈസ്, മെഷീൻ ഏത് ടൈപ്പാണ്, ഏത് ടൈപ്പ് വർക്കാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്, അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് തീരുമാനിക്കുക. പവർ ആക്സോയുടെ ബ്ലേഡും കൂടുതലായിട്ടും മെയ്ഡ് ചെയ്യുന്നത് ലോ അലോയ് സ്റ്റീൽ, HSS സ്റ്റീൽ കൊണ്ടൊക്കെയാണ്. പിന്നെ ഡിഫറെൻറ്റ് മെറ്റീരിയലിനനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് പിച്ചുള്ള ബ്ലേഡുകളാണ് ഉപയോഗിക്കാറ്. അപ്പോൾ നമുക്കൊരു ജനറൽ കൺസിഡറേഷൻ നോക്കുകയാണെങ്കിൽ ദ സോഫ്റ്റ്വെയർ ദ മെറ്റീരിയൽ ദ ലെസ്സർ ദ നമ്പർ ഓഫ് ടീത്ത് പെർ ലെങ്ത് ഓഫ് 25 mm. അപ്പോൾ ഇതാണ് ആക്സോയുടെ ഒരു ജനറൽ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റീരിയൽ സോഫ്റ്റ്നെസ് കൂടുന്തോറും അതിൻ്റെ നമ്പർ ഓഫ് ടീത്ത് കുറയ്ക്കുക.
അപ്പോൾ ഇതിൽ ലാർജ് പിച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവിടെ കട്ടിങ് ആക്ഷൻ നടക്കുന്ന സമയത്ത് ലാർജ് ചിപ്പായിരിക്കും ഔട്ട്കം ആയിട്ട് വരുന്നത്. ബ്ലേഡിൻ്റെ പലതരത്തിലുള്ള സൈസുകൾ നമുക്കിവിടെ കാണാം. ഇപ്പോൾ ജനറൽ പർപ്പസ് സോയിങ്ങിന് വേണ്ടിയിട്ട് 10 പിച്ച് ബ്ലേഡായിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ലെസ് ദാൻ 2 ടീത്ത് ആർ ഇൻ കോണ്ടാക്റ്റ് വിത്ത് ദ വർക്ക്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ 2 ടീത്തെങ്കിലും വർക്കുമായിട്ട് എപ്പോഴും കോണ്ടാക്റ്റ് വരണം. അങ്ങനെ കോണ്ടാക്റ്റ് വന്നിട്ടില്ല എങ്കിൽ ഈ ഒരു ഗുള്ളറ്റ് സ്പേസിലേക്ക് വർക്ക് ട്രാപ്പ് ആവാനും അവിടെ ബ്ലേഡ് പൊട്ടിപ്പോവാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും അറ്റ്ലീസ്റ്റ് 2 ടീത്തെങ്കിലും എപ്പോഴും വർക്കുമായിട്ട് കോണ്ടാക്റ്റ് വരണം. അപ്പോൾ ബ്ലേഡിൻ്റെ ക്ലിയറൻസൊക്കെ നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ സ്റ്റാഗേർഡ് സെറ്റ്, വേവി സെറ്റ് അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റിലൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സ്പെസിഫിക്കേഷൻ പവർ ആക്സോ ബ്ലേഡിൻ്റെ കേസിൽ ലെങ്ത്ത് വെച്ചിട്ടും വിഡ്ത്ത് വെച്ചിട്ടും തിക്നെസ് വെച്ചിട്ടും ടീത്ത് പിച്ചിനെ ബേസ് ചെയ്തിട്ടൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരു പവർ ആക്സിങ് യൂണിറ്റിലെ ക്ലാമ്പിംഗ് അറേഞ്ച്മെൻ്റാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു വൈസ് ഇതിൻ്റെ ബോഡിയിൽ വൈസ് ക്ലാമ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ വൈസിൽ ഒരു ജോ ഫിക്സഡ് ആയിരിക്കും, ഒരു ജോ മൂവബിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വർക്കിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഇനി വർക്കിൻ്റെ ലെങ്ത്ത് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പവർ ആക്സോയിൽ സ്റ്റോപ്പർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ടായിരിക്കും. ഈ സ്റ്റോപ്പറിൽ ഇവിടെ നിന്ന് വെക്കുന്ന വർക്ക് തട്ടുന്ന സമയത്ത് അതവിടെ സ്റ്റോപ്പ് ആവും. സ്റ്റോപ്പറിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റുകളൊക്കെ നടത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ട റിക്വയർഡ് ലെങ്ത്തിൽ കട്ട് ചെയ്യാൻ ഈ ഒരു സ്റ്റോപ്പർ നമ്മളെ സഹായിക്കും. ഇനി ലെങ്ത്ത് കൂടിയ വർക്കൊക്കെ ആണെങ്കിൽ സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ സ്ക്രൂ ജാക്ക് എന്ന് പറയുന്ന ഡിവൈസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ലെങ്ത്ത് കൂടുതലുണ്ടെങ്കിൽ ഒന്നിലധികം സ്ക്രൂ ജാക്കൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റുകളൊക്കെ പവർ ആക്സോയിൽ ഉപയോഗിക്കാറുണ്ട്. സോ പവർ ആക്സോ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വലിയ ഹ്യൂമൻ എഫേർട്ട് ഇല്ലാതെ തന്നെ സൈസ് കൂടിയ മെറ്റീരിയൽസൊക്കെ വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് പവർ വേണം എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ബ്ലേഡ് സൈസുകൾ കാര്യങ്ങളൊക്കെ വലുതായിരിക്കും, കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിരിക്കും. എന്നാലും നമുക്ക് ടൈം സേവ് ചെയ്ത് വളരെ ആക്യുറേറ്റ് ആയിട്ടൊക്കെയുള്ള കട്ടിങ്ങൊക്കെ ഈ ഒരു പവർ ആക്സോ യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ വർക്ക്ഷോപ്പ് ടെക്നോളജിയിലെ ഫിറ്റിങ്ങിൽ വരുന്ന പവർ ആക്സോ എന്ന് പറയുന്ന മെഷീനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ ഇൻസ്ട്രുമെൻസിനെ പരിചയപ്പെടാം. സോ കീപ് വാച്ചിങ്. താങ്ക് യു.